പ്രിയ വിദ്യാർത്ഥികളെ, ഇംഗ്ലീഷ് ജ്യൂസ് പോട്ട് ഒരുക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ SSLC ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ് പാത്സ് ടു പ്രോഗ്രസ് ഈ യൂണിറ്റിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ യൂണിറ്റിന്റെ അർത്ഥവും ആശയതലങ്ങളും, യൂണിറ്റിൽ ഉൾപ്പെടുന്ന ലെസൺസ് ഇവയൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ലെസൺസ് ശരിയാം വിധം മനസ്സിലാക്കാൻ ഓരോ ലെസന്റെയും ഉദ്ദേശവും അതിൻ്റെ ആശയവും വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ടു ദ സെക്കൻഡ് യൂണിറ്റ്. ഈ സെക്കൻഡ് യൂണിറ്റിനെ പരിചയപ്പെടുത്തുന്നത് സുപ്രസിദ്ധ അമേരിക്കൻ പോയറ്റ് ഓഫ് നേച്ചർ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിലെ വരികൾ കൊണ്ടാണ്. Two roads diverged in a wood, and I took the one less traveled by, and that has made all the difference. കവിതയിലെ സ്പീക്കർ ഒരു വനത്തിൽ എത്തിപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ വഴികൾ രണ്ടായി പിരിയുന്നു. കൂടുതൽ ആളുകൾ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതാകട്ടെ അദ്ദേഹത്തിന് ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളും നൽകി. വളരെ സിംബോളിക് ആയിട്ടുള്ള വരികളാണിത്. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിലുടനീളം നാം വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരും. റോഡ്സ് ഓർ പാത്സ്. ദ സ്പീക്കർ കെയിം ടു എ പോയിന്റ് ഇൻ ലൈഫ് where he had to choose between two different paths or choices or directions. കവിതയിലെ സ്പീക്കർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചേരുന്നു. രണ്ട് വഴികളിൽ ഏതെങ്കിലും ഒന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തേ പറ്റൂ എന്നുള്ള ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം എത്തുന്നു. Instead of following the more common or easier way that most people take, he chose the more difficult or uncommon one. കൂടുതൽ ആളുകൾ സാധാരണമായി തിരഞ്ഞെടുക്കുന്ന വളരെ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്നതിന് പകരം സ്പീക്കർ തിരഞ്ഞെടുത്തത് അല്പം പ്രയാസകരമെങ്കിലും അസാധാരണമായിട്ടുള്ള കൂടുതൽ ആളുകൾ സഞ്ചരിച്ചിട്ടില്ലാത്തൊരു വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. This brave choice led to unique experiences and shaped his life in a special way. ഈ ധീരമായ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് ജീവിതത്തിൽ അതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ വ്യത്യസ്തമായ രീതിയിൽ രൂപപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. ഈ ലൈൻസ് നമുക്ക് നൽകുന്ന ലെസൺ, choosing a different path from others even if it is harder can lead to meaningful success and make your life different. സാധാരണ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴികളിൽ നിന്നും വ്യത്യസ്തമായി അല്പം പ്രയാസകരമെങ്കിലും പുതിയൊരു വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് വളരെ അർത്ഥവത്തായ വിജയങ്ങളിലേക്ക് നമ്മെ നയിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിന് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളും അർത്ഥവും നൽകിയേക്കാം. നൗ ലെറ്റ്സ് ലോഗിൻ. ഈ യൂണിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായി വളരെ മീനിങ് ഫുൾ ആയ ഒരു പിക്ചറും അതോടൊപ്പം മാർക്ക് ട്വെയിന്റെ വാക്കുകൾ ക്യാപ്ഷനായും നൽകിയിട്ടുണ്ട്. What does the picture suggest to you? Discuss. The picture shows a man climbing steep steps to reach a trophy at the top, while others sit tired, sad or have given up. ഈ ചിത്രത്തിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വ്യക്തി വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറാൻ ശ്രമം നടത്തുന്നു. എന്നാൽ ആ ശ്രമത്തിൽ പരാജയപ്പെട്ട് ക്ഷീണിതരായി നിരാശരായി ശ്രമം ഉപേക്ഷിച്ചിരിക്കുന്ന മറ്റു ചില ആളുകളെയും കാണാവുന്നതാണ്. This image, along with the quote by Mark Twain, "The secret of getting ahead is getting started," gives an important message. ഈ ചിത്രവും ഇതോടൊപ്പമുള്ള മാർക്ക് ട്വെയിന്റെ വാക്കുകൾ കോട്ടായി തന്നിരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. It suggests that success is not easy. ഈ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് വിജയം എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. The path to progress is often steep and difficult, like the steps in the picture. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള വളരെ കുത്തനെയുള്ള പ്രയാസകരമായ പടവുകളായിരിക്കാം വിജയത്തിലേക്കുള്ള വഴി. Many people may feel tired or discouraged and stop trying. ഇത്തരമൊരു ശ്രമത്തിൽ ധാരാളം ആളുകൾ പരാജയപ്പെട്ട് നിരാശരായി ശ്രമം ഉപേക്ഷിച്ചേക്കാം. But the one who keeps moving step by step, no matter how hard it is, will finally reach the goal. എന്നാൽ ആരൊക്കെയാണോ ശ്രമം ഉപേക്ഷിക്കാതെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, എത്ര പ്രയാസകരമായ ഒരു വഴിയാണെങ്കിലും അവർ അവസാനം ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. The picture tells us that we must take the first step and keep going.
even when the journey is tough. ഈ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് നാം ഒരു തുടക്കം കുറിക്കുക, പിന്നീട് ആ ശ്രമം തുടരുക, എത്ര പ്രയാസപ്പെട്ട ഒരു വഴിയാണെങ്കിലും. Only then can we reach our dreams, just like the man aiming for the trophy. ഇവിടെയും ഈ ട്രോഫി എയിം ചെയ്യുന്ന വ്യക്തിയെപ്പോലെ എങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. It teaches us the value of effort, patience and never giving up. ഈ ചിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അധ്വാനത്തിന്റെയും ക്ഷമയുടെയും ഒരിക്കലും ശ്രമം ഉപേക്ഷിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെയും പാഠങ്ങളാണ്. You have read the saga of the tiffin carriers in class 9. 9ാം ക്ലാസ്സിൽ ടിഫിൻ കാരിയേഴ്സിന്റെ സ്റ്റോറി ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഫോർ ദ ടിഫിൻ കാരിയേഴ്സ് നെസസിറ്റി ബിക്കേം ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന ഒരു പ്രോവർബ് അനർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു ടിഫിൻ കാരിയേഴ്സിന്റെ തുടക്കവും അവരുടെ വിജയവും. ആൻഡ് ദ പ്രോജക്റ്റ് ഈസ് നൗ ദ മദർ ഓഫ് ഓൾ കമ്മ്യൂണിറ്റി ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസ്. അത്തരത്തിലുള്ള പല സംരംഭങ്ങൾക്കും മാതാവാണ് ഇന്നും ടിഫിൻ കാരിയേഴ്സിന്റെ വിജയകഥ. തിലക് മേത്ത വാസ് എ 13-year-old boy when he initiated a startup. ടിഫിൻ കാരിയേഴ്സിന്റെ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച 13-കാരനായിരുന്നു തിലക് മേത്ത. He started Purpose and Parcels (PNP), a digitally managed courier service in 2018. 2018 അദ്ദേഹം ഒരു കൊറിയർ സർവീസ് കമ്പനിക്ക് തുടക്കം കുറിച്ചു, Purpose and Parcels (PNP). Inspired by the model of the Dabbawalas, it assured delivery anywhere in the city the same day the parcel was handed to the company. ഡബ്ബാവാല ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരുന്നത് പോലെ തന്നെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് PNP കമ്പനിയും പാർസൽ സ്വീകരിച്ച അതേ ദിവസം തന്നെ സിറ്റിയിൽ എവിടെയും അത് വിതരണം ചെയ്യുമെന്ന് ഉറപ്പു നൽകി. The idea came to him when he urgently needed some books from the other end of the city. ഇത്തരമൊരു പാർസൽ സർവീസിനെ കുറിച്ച് അദ്ദേഹത്തിന് ആശയം മനസ്സിലുദിച്ചത് അദ്ദേഹത്തിന് തന്നെ ചില പുസ്തകങ്ങൾ ആവശ്യമായി വന്നപ്പോഴായിരുന്നു. He tried to get the books delivered. ആ പുസ്തകം അദ്ദേഹം പട്ടണത്തിന്റെ ഒരെൻഡിൽ നിന്നും പാഴ്സലായി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്തിക്കാൻ ഡെലിവർ ചെയ്യപ്പെടാൻ ശ്രമം നടത്തി. But the courier cost were much higher than the price of the books. എന്നാൽ പുസ്തകത്തിന്റെ വിലയേക്കാൾ വളരെ കൂടുതലായിരുന്നു കൊറിയർ ചാർജ്. This gave him the idea of providing a cheaper service. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സർവീസ് കുറച്ചും കൂടെ ചീപ്പറായ റേറ്റിൽ നൽകുന്നതിനെ കുറിച്ചുള്ള ഒരു ആശയം മനസ്സിലുദിച്ചത്. Just a few months later, the young entrepreneur who was then in class 8 was managing a staff of 500 who processed and delivered 1,000 to 1,200 parcels a day. ഏതാനും മാസങ്ങൾക്ക് ശേഷം തന്നെ 500-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഓൺടർപ്രണറായി അദ്ദേഹം മാറി. അപ്പോഴും അദ്ദേഹം വെറും 13-കാരൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഒരു ദിവസം തന്നെ 1000 മുതൽ 1200 പാർസൽസ് സ്വീകരിക്കുകയും കൃത്യസമയത്ത് ഡെലിവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംരംഭത്തിന് ഉടമയായി അദ്ദേഹം മാറി. The success of Purpose and Parcels reflect the potential for youth entrepreneurship in India. ഇന്ത്യയിൽ യുവ സംരംഭങ്ങൾക്കുള്ള സാധ്യതകളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്ന ഒരു വിജയകഥയാണ് Purpose and Parcelsനുള്ളത്. Do you agree? Give reasons. Now, there are 2 questions also here. What qualities should young entrepreneurs possess, acquire or develop? ഒരു യുവ സംരംഭകന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകേണ്ടത്, അയാൾ എന്തൊക്കെയാണ് പഠിച്ചെടുക്കേണ്ടത്, സ്വായത്തമാക്കേണ്ടത്? ക്വാളിറ്റീസ് യങ് ഓൺടർപ്രണേഴ്സ് ഷുഡ് ഹാവ്. യുവ സംരംഭകർക്ക് ഉണ്ടാകേണ്ട ചില ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ്, ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ്. പുതിയ ആശയങ്ങളെക്കുറിച്ചുള്ള ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു റിയൽ ലൈഫ് ഇഷ്യൂസ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കണം. കോൺഫിഡൻസ് ആൻഡ് കറേജ്, ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റാർട്ട് സംതിങ് ന്യൂ. പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാനുള്ള ധൈര്യം, റിസ്ക് എടുക്കാനുള്ള കറേജും കോൺഫിഡൻസും, ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകണം. ഹാർഡ് വർക്ക് ആൻഡ് ഡിസിപ്ലിൻ, ടു മാനേജ് ടൈം ആൻഡ് ടാസ്ക് വെൽ.
കഠിനാധ്വാനം ചെയ്യാനും അതോടൊപ്പം തന്നെ സമയം കീപ്പ് ചെയ്തുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒക്കെ കഴിവുണ്ടായിരിക്കണം. ലീഡർഷിപ്പ് ടു ഗൈഡ് ആൻഡ് വർക്ക് വിത്ത് എ ടീം, ഒരു ടീം വർക്ക് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ നേടിയെടുക്കണം. വില്ലിംഗ്നെസ് ടു ലേൺ, ടു ഗ്രോ ആൻഡ് ഇംപ്രൂവ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള താല്പര്യം കാണിക്കണം. Now the second question, do you know any similar stories of success? Try to collect a few and present them in your group. ഇത്തരത്തിൽ തിലക് മേത്തയുടേതുപോലെയുള്ള സമാനമായിട്ടുള്ള വിജയകഥകൾ നിങ്ങൾക്ക് വേറെ പരിചയമുണ്ടെങ്കിൽ അവ നിങ്ങളുടെ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തുക. വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ ഇന്റർനെറ്റിൽ നിന്നും ശേഖരിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് റിതേഷ് അഗർവാൾ, ഫൗണ്ടർ ഓഫ് ഓയോ, ഓൺ യുവർ ഓൺ റൂംസ്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള അക്കോമഡേഷൻ, താമസ സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു യുവ സംരംഭകനാണ്. ദെൻ ഷാവൺ ആൻഡ് സഞ്ജയ് കുമാരൻ സഹോദരങ്ങളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 8-10 വയസ്സിൽ തന്നെ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വിജയം വരിച്ച CEOs ഓഫ് ഗോ ഡയമെൻഷൻസ് എന്ന മൊബൈൽ ആപ്പ് പ്ലാറ്റ്ഫോമിന്റെ CEO. Then Harshvardhan Zala, a teenage inventor who developed a drone to detect landmines. Landmines ഒക്കെ കണ്ടെത്തി നശിപ്പിക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു ഡ്രോൺ ടീനേജിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു യുവ കണ്ടുപിടുത്തക്കാരനാണ് ഹർഷവർദ്ധൻ സാല. ഇവരുടെയൊക്കെ പ്രൊഫൈലുകൾ ഇന്റർനെറ്റിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ശേഖരിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ലെസൺസ് ഇൻ യൂണിറ്റ് 2. ഈ യൂണിറ്റിലെ ലെസൺസ് പരിചയപ്പെടാം. First, breaking barrier, I will fly. This is an inspiring speech by Shrikant Bolla, a visually challenged entrepreneur who shares how he overcame obstacles and proved that disability is not a barrier to success. ശ്രീകാന്ത് ബോല എന്ന ഒരു അന്ധവിദ്യാർത്ഥിയുടെ യുവ സംരംഭകന്റെ വിജയത്തിന്റെ കഥയാണിത്. തന്റെ ഡിസാബിലിറ്റി, അന്ധത തന്റെ വിജയത്തിന് ഒരിക്കലും തടസ്സമായിരുന്നില്ല എന്ന് ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ എന്ന ആദ്യ ലെസൺ. സെക്കൻഡ്, എ ലൈഫ് റൈറ്റിംഗ്, എ ഫീനിക്സ് റൈസസ് ബൈ ടിങ്കിൾ ഖന്ന. Written by Tinkle Khanna, the life writing piece tells the story of Bablu Kewats, a character based on Arunachalam Muruganandam, who challenges social taboos to bring menstrual hygiene to rural women through low-cost sanitary pads. ഫിലിം ആക്ട്രസും ഓഥറുമായ ടിങ്കിൾ ഖന്നയുടെ ഒരു സ്റ്റോറിയാണ് എ ഫീനിക്സ് റൈസസ്. അതിൽ ബബ്ലു കേവറ്റ്സ് എന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അരുണാചലം മുരുകാനന്ദം എന്ന ഒരു വ്യക്തിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണിത്. സാമൂഹികമായിട്ടുള്ള വിലക്കുകൾ മറികടന്നുകൊണ്ട് ഗ്രാമീണ സ്ത്രീകൾക്ക് അവരുടെ മെൻസ്ട്രൽ പീരീഡ് സമയത്ത് ഉപയോഗിക്കുന്ന ചെലവ് കുറഞ്ഞ സാനിറ്ററി പാഡ്സ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി വിജയിച്ച അരുണാചലത്തിന്റെ കഥയാണ് എ ഫീനിക്സ് റൈസസ് എന്ന സ്റ്റോറിയിലൂടെ പറയുന്നത്. അതോടൊപ്പം ഈ ലെസനോടൊപ്പം അരുണാചൽ മുരുകാനന്ദനുമായിട്ടുള്ള ഒരു റിയൽ ലൈഫ് ഇന്റർവ്യൂവും നൽകിയിട്ടുണ്ട്. Then a poem, The Seedling by Paul Laurence Dunbar. Afro-American poet Paul Laurence Dunbarന്റെ The Seedling എന്ന ഒരു പോയമാണ് മൂന്നാമത്തെ ലെസൺ. That uses the image of a struggling plant to show how pain and hardship help shape strengths, growth and success in life. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും ജീവിത വിജയത്തിനും വളർച്ചയ്ക്കും ശക്തിക്കുമൊക്കെ കാരണമാകുമെന്ന് ഒരു സീഡ്ലിംഗ്, ഒരു ചെറു മുളച്ചു പൊങ്ങുന്ന ചെടിയുടെ ഇമേജ് തീർത്തുകൊണ്ട് ഡംബാർ ദ സീഡ്ലിംഗ് എന്ന പോയത്തിലൂടെ പറയുന്നു, വരച്ചു കാണിക്കുന്നു. Now about the unit Path to Progress. Theme of the unit. Path to Progress is a powerful and inspiring unit that teaches us how determination, hard work and courage can lead us to success. The lessons in this unit show real-life stories of people who faced great challenges but never gave up on their dreams. In Breaking Barriers, I Will Fly, we read about Shrikant Bolla, a visually challenged man who became a successful entrepreneur. He teaches us that disabilities cannot stop someone with a strong mind and a clear goal.
In A Phoenix Rising, we learn about Bablu Kewats, a character based on Arunachalam Muruganandam, who fought against social stigma to bring affordable sanitary pads to rural women. His journey reminds us that even simple ideas can create big changes if we are brave enough to follow them. The poem The Seedling tells us that suffering and struggle are part of growth, just like how a tiny plant pushes through the soil to reach the sun. The pictures, Mark Twain's quotes, and Robert Frost's famous lines in the unit encourages us to take bold steps on the road less traveled. This unit shows that progress comes through persistence, vision, and believing in ourselves, even when the path is difficult. ഇത്രയും കാര്യങ്ങളാണ് പാസ്റ്റ് ടു പ്രോഗ്രസ് എന്ന സെക്കൻഡ് ലെസണുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളോട് പറയുവാനുള്ളത്. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ യൂണിറ്റും ഇതിലെ ലെസൺസും ശരിയാം വിധം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യൂവിഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.